ഭൂമിയിലിറങ്ങിയ കടുവയെ പിടികൂടാൻ തീവ്ര ശ്രമം. കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂടിന്റെ സമീപം കടുവയെത്തി. രാവിലെ ആടിനെ കൊന്ന ഊട്ടിക്കവലയിലെ ബിജുവിന്റെ വീട്ടിലാണ് കൂട് വെച്ചിരിക്കുന്നത്. പ്രദേശത്തെ റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കടുവയെ ഇന്ന് പിടികൂടാൻ സാധിക്കുമോ, അതോ എങ്ങനെയാണ് പിടികൂടാൻ ഉദ്ദേശിക്കുന്നത്? കൂട്ടിലേക്ക് കടുവ കയറാൻ സാധ്യതയുണ്ടോ, അതോ മയക്കുവെടി വെക്കാനാണോ സാധ്യത കൂടുതൽ? അനുശ്രീ, രണ്ട് സാധ്യതകളും ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരുന്നു എന്നതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. വൈകുന്നേരം 6 മണി മുതൽ തന്നെ ഏതാണ്ട് കടുവ കുടുങ്ങും എന്നൊരു പ്രതീതി നിലനിർത്തിയാണ് കാര്യങ്ങൾ നീങ്ങിയത്. തെർമൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ കടുവയുടെ സാന്നിധ്യം നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ ഏതാണ്ട് ഒരു 200 മീറ്റർ ചുറ്റളവിലുണ്ടായിരുന്നു. രാവിലെ ഊട്ടിക്കവലയിലെ ബിജുവിന്റെ വീട്ടിലെ ആടിനെ കടുവ കൊന്നിരുന്നു. ഇതിനുശേഷം ഈ വീട്ടുകാർ എഴുന്നേറ്റ് ബഹളം വെച്ചപ്പോഴേക്കും ഈ കടുവ രക്ഷപ്പെടുകയും ചെയ്തു. അതിനു പിന്നാലെ സമീപത്ത് തന്നെയുള്ള ഒരു കാപ്പിത്തോട്ടത്തിലാണ് ആദ്യം അതിനെ കാണാൻ കഴിഞ്ഞത്. പിന്നീട് ഒരു ഇഞ്ചിത്തോട്ടത്തിലേക്കും അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഒരു കോഴി ഫാമിലേക്കും മാറി. കോഴി ഫാമിൽ വെച്ച് ഏകദേശം ഉദ്യോഗസ്ഥരുടെ ഒരു ദൃശ്യപരിധിയിൽ ഏതാണ്ട് 50 മീറ്റർ അടുത്ത് കടുവ എത്തിയതാണ്. മയക്കുവെടി വെക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ കടുവയുടെ സ്ഥാനം മാറുകയും അത് ഇന്ന് രാവിലെ ആടിനെ പിടികൂടിയ ബിജുവിന്റെ വീടിന്റെ ഭാഗത്തേക്ക് തന്നെ എത്തുകയും ചെയ്തു. ഏതാണ്ട് ബിജുവിന്റെ വീടിനടുത്ത് രാവിലെ ഈ കടുവ കൊന്ന അതേ ആടിനെ തന്നെയാണ് കെണിയായി വെച്ചിരുന്നത്. ആ കൂടിന്റെ അടുത്തേക്ക് ഏകദേശം എത്തുകയും ഉദ്യോഗസ്ഥർ ഒന്നുകിൽ ഈ കൂടിനുള്ളിലേക്ക് ഈ ആടിനെ പിടിക്കാനായി ആ കടുവ കയറുമെന്ന പ്രതീക്ഷ, അങ്ങനെയാണെങ്കിൽ ആ കൂടിനകത്ത് കുടുങ്ങുമ്പോൾ കടുവയെ കൊണ്ടുപോകാൻ എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ മയക്കുവെടി വെക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് ആ സമീപത്ത് തന്നെ RRT സംഘങ്ങളടക്കം നിലയുറപ്പിച്ച് ഇരിക്കുന്നത്. അരുൺ ശുക്രെ അടക്കമുള്ള വിദഗ്ധരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും പിന്നീട് വീണ്ടും കടുവയുടെ സ്ഥാനം ഇപ്പോൾ അല്പം മാറിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. നമുക്ക് നേരത്തെ ഇവിടെ നിന്നും നോക്കിയാൽ കാണാമായിരുന്നു, ഡ്രോൺ ക്യാമറകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കാഴ്ചകൾ കാണാം. പക്ഷെ കുറച്ചു നേരമായി അത്തരം ഡ്രോൺ ക്യാമറകളുടെ ഒരു സാന്നിധ്യം നമ്മുടെ ഈ മേഖലയിൽ ദൃശ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ആ ഭാഗത്തു നിന്നും ചെറിയ രീതിയിലുള്ളൊരു മാറ്റം ഈ കടുവയ്ക്കുണ്ടായി എന്നാണ്. പക്ഷെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായുള്ള അതിന്റെ ഒരു രീതി പരിശോധിച്ചാൽ രാത്രിക്ക് ശേഷമാണ് പലപ്പോഴും ഈ കന്നുകാലി കൂടുകളുടെ സമീപമെത്തി ആടുകളെ പിടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഏറെ നിർണായകമാണ്. ഈ കടുവയുടെ ഓരോ ചലനങ്ങളും കൃത്യമായി RRT സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ക്യാമറകൾ ഉപയോഗിച്ച്, ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് ആ ചലനങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. എന്തെങ്കിലും അസ്വാഭാവികമായ ഒരു ചലനം ഉണ്ടായാൽ അത് വളരെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ രണ്ടിലൊന്നും സംഭവിക്കും. ഒന്നെങ്കിൽ ഈ കൂടിനുള്ളിൽ കടുവ പ്രവേശിക്കും, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടും എന്നൊരു ദൃഢനിശ്ചയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം അങ്ങനെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി മാറും. ഇന്ന് തന്നെ പകൽ ഈ നാട്ടുകാരൊക്കെ സംഘടിച്ചെത്തുകയും ഇത്രയധികം ദിവസങ്ങളായിട്ടും ഈ കടുവയെ പിടികൂടാൻ കഴിയാത്തതിലുള്ള അവരുടെ അമർഷം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. നാളെ കൂടുതൽ പ്രതിഷേധത്തിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇന്ന് തന്നെ കടുവയെ പിടികൂടാനുള്ള ഒരു നീക്കത്തിലാണ് വനം വകുപ്പ്. അനീഷ്, അതുപോലെ തന്നെ ഈ കടുവ വളരെ അവശ്യ നിലയിലാണെന്നാണല്ലോ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ മയക്കുവെടി വെക്കുമ്പോൾ അത് എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കും? അതുപോലെ തന്നെ നാട്ടുകാരുടെ പ്രതികരണം എന്താണ്? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ ഈ കടുവയുടെ ഒരു ആരോഗ്യസ്ഥിതി, അതായത് സ്വന്തമായി ഇരപിടിക്കാൻ ശേഷി നഷ്ടപ്പെട്ടു എന്നൊരു വിലയിരുത്തലാണ് വനവകുപ്പ് സംഘത്തിനുള്ളത്. പ്രത്യേകിച്ചും ഈ ആടിനെ മാത്രമാണ് കഴിഞ്ഞ 4 തവണയായി 4 ആടുകളെ ഈ കടുവ കൊന്നിരിക്കുന്നു. അതായത് കാട്ടിനുള്ളിൽ പോയി ഇര തേടി, അതായത് വലിയ മറ്റു മൃഗങ്ങളെ, മാൻ പോലെയുള്ള അതിവേഗത്തിൽ ഓടുന്ന മൃഗങ്ങളെ ഒന്നും വേട്ടയാടി പിടിക്കാനുള്ള ഒരു ശേഷി ഈ കടുവയ്ക്കില്ല എന്നൊരു വിലയിരുത്തലാണ്. താരതമ്യേന പ്രതിരോധം കുറഞ്ഞ ഒരു മൃഗമാണ് ആട്. ഈ കൂടുകൾക്കുള്ളിൽ പലപ്പോഴും കെട്ടിയിട്ടിരിക്കുന്നതായതുകൊണ്ട് അവയെ പിടികൂടാൻ എളുപ്പവുമുണ്ട്. പക്ഷേ കന്നുകാലികൾ, മറ്റ് പോത്ത്, പശു ഇങ്ങനെയുള്ള ജീവികളെ ഒന്നും ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഇനിയും പ്രകടമാക്കുകയും ചെയ്തില്ല. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുതന്നെയാണ് വ്യക്തമാക്കിയത്. കൂടുതലായും ആടുകളെ പിടിച്ചു വരുന്ന ഒരു പ്രകൃതമാണ് ഇതിന്. പക്ഷേ കഴിഞ്ഞ 4 തവണയായി പിടിച്ച ആടുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെങ്കിലും അതിനെ ഭക്ഷിക്കാൻ ഈ കടുവയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി
രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ ആടുകളെ പിടികൂടും. വീട്ടിലെ ആളുകൾ ബഹളം വെക്കും. ഈ കടുവ അവിടെ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം പകൽ ഏതെങ്കിലും ഈ കാപ്പിത്തോട്ടത്തിലും മറ്റുമൊക്കെ കിടക്കും. ചെറിയ കുളത്തിലും മറ്റുമൊക്കെ പോയി വെള്ളം കുടിക്കും. അതിനുശേഷം വീണ്ടും ഇരുതേടിയുള്ള ഒരു അലച്ചിൽ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അക്ഷരാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ കടുവ എത്തിയിരിക്കുന്നത്. പ്രായാധിക്യമുള്ള ഒരു കടുവയാണ്. ആരോഗ്യസ്ഥിതി മോശമായ കടുവയാണ്. അതിന്റെ ഒരു കാലിന് ചില പരുക്കുകളുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു. അത്തരം ഒരു കാര്യങ്ങൾ കൂടിയൊക്കെ പരിഗണിച്ചാവണം ആദ്യ ദിവസങ്ങളിൽ ഈ മയക്കുവെടി വെച്ച് പിടികൂടേണ്ടതില്ല. കൂട്ടിൽ കുടുങ്ങിയാൽ അതിനെ സ്ഥലത്തുനിന്ന് മാറ്റാവുന്ന ഒരു തീരുമാനത്തിൽ വനംവകുപ്പ് എത്തിയത്. പക്ഷേ ഇനി അത്തരമൊരു തീരുമാനമില്ല. കിട്ടിയാൽ ഏത് വിധേനയും പിടിക്കുക തന്നെയാണ് ലക്ഷ്യം. അനുശ്രീ. ശരി. അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.